ലൈഫ് ലൈൻസ് കയറിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. നമുക്കിപ്പോ സജിനിമാടെ തുടക്കത്തിലെ തന്നെ പറഞ്ഞു, നമ്മുടെ റിസൾട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫുഡ് സപ്ലിമെന്റുകളാണ്. ആദ്യമൊക്കെ കേൾക്കുന്നവർക്കൊക്കെ ഒരു മടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സ്വന്തം അനുഭവം വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്കും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം വരുന്നത്. അപ്പൊ അനുഭവത്തിൽ നിന്ന് വിശ്വാസം വരും, അത് പറഞ്ഞു കൊടുക്കുകയും കേൾക്കുകയും അത് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് റിസൾട്ട് വന്ന് പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടേത്. അപ്പൊ എനിക്ക് വന്നിരിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടിലെ തന്നെ ആദ്യം പറയാം. എന്റെ വൈഫിന് യൂട്രസ് സംബന്ധമായിട്ടുള്ള കംപ്ലൈന്റ് വന്നു. അത് ഇച്ചിരി ഗുരുതരമായിട്ട് വന്നു. കാരണം എന്നാ വെച്ചാല് 50 വയസ്സ് കഴിഞ്ഞാണ്. അപ്പോൾ സാധാരണ മെനോപോസ് ടൈമിൽ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് കൊണ്ട് അത് അത്ര മൈൻഡ് ചെയ്തില്ല. അത് മാറിക്കൊള്ളുന്നു കരുതി 1 മാസത്തോളം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് മാറാൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഡോക്ടറെ പറഞ്ഞു ഇത് യൂട്രസ് എടുത്തു കളയണം, യൂട്രസ് ബൾക്കി ആയി പോയി. തന്നെയല്ല ഇതിനകത്ത് 8 സെന്റിമീറ്റർ വലിപ്പമുള്ള ഫൈബ്രോയിഡ് ഉണ്ട്. തന്നെയല്ല ഫൈബ്രോയിഡ് വലുതായതുകൊണ്ട് ബ്ലാഡറിൽ ചെന്ന് മുട്ടിയിട്ട് അപ്പൊ മൂത്രം മുഴുവൻ പോയില്ല. അപ്പൊ മൂത്രത്തിൽ പഴുപ്പുണ്ടാവും. ഞാൻ പറഞ്ഞ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞ് അപ്പൊ സർജറിയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് കേട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ഒരു 10-15 ദിവസം എപ്പോഴേലും സർജറി ചെയ്യാന്ന് പറഞ്ഞു വിട്ടു. മൂവാറ്റുപുഴ MCS ഹോസ്പിറ്റലിലാണ് പോയത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ അടുത്തതായിട്ട് കോലഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോയി. കോലഞ്ചേരി ചെന്ന ഒരു സീനിയർ ഗൈനക്കോയെ കണ്ടു. അവർ 5 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ വീണ്ടും പോന്നു. മൂവാറ്റുപുഴ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടുത്തെ ഒരു സീനിയർ ഗൈനക്കോയെ കണ്ടു. ഈ ഡോക്ടറും പറഞ്ഞു ഇതിന് വേറൊരു മാർഗവും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഡോക്ടറെ തൽക്കാലത്തേക്ക് മരുന്ന് നിർത്താവോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇതിനൊരു മാർഗവും ഇല്ല, മരുന്നില്ല, ഇതിനെ സർജറി ചെയ്ത് എടുത്തില്ല. കാരണം യൂട്രസ് വീർത്തു പോയി, ബൾക്കിയായി പോയി. അപ്പൊ അതുകൊണ്ട് വേറെ മാർഗം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാ ശരി ഡോക്ടറെ ആയിക്കോട്ടെ ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് സാറേ ഒരു കാര്യം ചെയ്യാം, ഒരു തൽക്കാലത്തിന് ബ്ലീഡിങ്ങിന് എനിക്ക് ഒരു മരുന്ന് തരാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അതിന് മരുന്നൊന്നുമില്ല, അത് മരുന്ന് കഴിച്ചാൽ മാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് നിർബന്ധം പിടിച്ചതിന്റെ പേരിൽ ഡോക്ടറോട് ഒരു ക്യാപ്സൂൾ എഴുതി. അതുമായിട്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു. മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോൾ മെഡിക്കൽ സ്റ്റോറിലെ ആൾ ചോദിച്ചു ഇത് ആരെ എഴുതി തന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന ഡോക്ടറാണ്. ആ ഡോക്ടറുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടാണ് എനിക്ക് ഈ മരുന്ന് തന്നിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഡോസ് എന്തോരം ഉണ്ടെന്നുള്ളത്. എന്തായാലും അത് കൊണ്ടുവന്ന് കൊടുത്തു. 2 ആഴ്ച കൊണ്ട് എന്തായാലും ബ്ലീഡിങ് തൽക്കാലം നിന്നു. ഇത് കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ ബിസിനസിനെ കുറിച്ച് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ നമ്മുടെ ലീഡേഴ്സിനെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണ് മാർഗം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് നമുക്ക് മരുന്നുകളൊന്നുമില്ല, എല്ലാം ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇത് കഴിച്ചിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, സാർ ഒന്ന് കൊടുത്തു നോക്ക്. ഇങ്ങനെയാണ് എന്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നാ മേടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാവരും നമ്മൾ പൈസയാണല്ലോ പെട്ടെന്ന്, എത്രയാവും, ഒത്തിരി ആകുമോ, എത്ര മാസം കഴിക്കണം എന്ന് ചോദിച്ചു. അപ്പൊ 6 മാസം കഴിക്കണം. എത്ര രൂപ വരും എന്ന് ചോദിച്ചു. ഒരു 8-9 രൂപ മാസം വരും. അതിനുള്ള സാധനങ്ങളെല്ലാം ഇത്ര അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്നാ മേടിച്ച് കഴിക്കാൻ എന്ന് ഞാൻ തീരുമാനിച്ചു, വാങ്ങിക്കൊടുത്തു. 4 മാസം യൂസിങ് കഴിഞ്ഞപ്പോൾ എന്റെ വൈഫ് പറഞ്ഞു എനിക്ക് വയറിന് കനം കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഈ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. ഡോക്ടറെ ഈ സ്കാൻ ചെയ്ത റിപ്പോർട്ട് മറ്റു പേപ്പറുകളെല്ലാം ആയിട്ട് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാന്ന് ചോദിച്ചു. കാരണം ഇവര് സർജറി പറഞ്ഞു വിട്ടേക്കാണ്. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ സ്കാൻ ചെയ്യണം. ഹലോ കേക്കാമോ? കേക്കാം പറഞ്ഞു. അപ്പൊ സർജറി പറഞ്ഞു വിട്ടേക്കാണ്. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പോ 8 സെന്റിമീറ്റർ മുഴ 2 സെന്റിമീറ്റർ ചുരുങ്ങി, അത്രയും ചെറുതായി. ബൾക്കി ആയിരുന്ന യൂട്രസ് നോർമലായി, ബ്ലീഡിങ് സ്റ്റോപ്പായി, മൂത്രത്തിൽ പഴുപ്പ് നിന്നു. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ ഡോക്ടറെ അപ്പൊ തന്നെ ഞാനിത് വീട്ടിൽ നിന്ന് ഞാനൊരു ബ്രോഷർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ബ്രോഷറിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ഫോൺ നമ്പറും എഴുതി. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ ഞാൻ ഇന്ന സാധനങ്ങൾക്കാണ് കൊടുത്തത്, അപ്പൊ ഇതുകൊണ്ട് ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ വന്നു. ഇനിയിപ്പോ 2 മാസം കൂടെ 2 സെന്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2 മാസം കൊണ്ട് കൊടുത്തു. 4 എന്നുള്ള 6 മാസം കൊടുത്തു. 6 മാസം കൊണ്ട് പൂർണ്ണമായി. ഇന്ന് ഏതാണ്ട് 2.5-3 വർഷമായി ആള് ആരോഗ്യത്തോടെ നടക്കുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ കൊടുത്ത ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് കൊടുത്ത ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വുമൺ കമ്പാനിയൻ, ബ്ലഡ് പ്യൂരിഫയർ, 95, സ്പൈറല ഗോൾഡ്, ന്യൂട്രി ലൈഫ്, ഇത്ര സാധനങ്ങൾ കൊടുത്തു. കൂടാതെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് യൂറി ഫ്ലഷ് ക്യാപ്സൂളും ലിക്വിഡും കൂടി കൊടുത്തു. പിന്നെ സൈക്ലോവ കൊടുത്തു. മെയിൻ ആയിട്ട് കൊടുത്ത ഒന്നാണ് സൈക്ലോവ. ഇത്ര ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ 4 മാസം കൊടുത്തപ്പോഴാണ് ഇത്രയും വലിയ രോഗാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതായത് യൂട്രസ് എടുത്തു കളയേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ യൂട്രസിനെ പഴയ അവസ്ഥയിൽ തിരിച്ചു കൊണ്ടുവന്ന് വെക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് 1-2 പേരിൽ അയലക്കത്ത് 1-2 പേരിൽ ഞാൻ പരീക്ഷണം ഇത് വീണ്ടും കൊടുത്തു. നമുക്ക് വിശ്വാസം പറഞ്ഞല്ലോ, നമ്മുടെ പോരാഞ്ഞിട്ട് ഒന്നുകൂടെ കൊടുത്ത് അവിടെയൊക്കെ ഇത്തരം വലിപ്പമില്ല, ചെറിയ ഫൈബ്രോയിഡ് ആയിരുന്നു. 1.5 മാസം കൊണ്ട് റിസൾട്ട് വന്നു. അവർക്ക് കൊടുത്തത് 95 സൈക്ലോ, വുമൺ കമ്പാനിയും ബ്ലഡ് പ്യൂരിഫയറും അത്ര മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷെ ഇത്രയും സാധനങ്ങൾ കൊടുത്ത് അവർക്ക് 1.5 മാസം കൊണ്ട് അത്
രോഗം മാറി ഓക്കെ ആയിന്ന് അവർ വീണ്ടും ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പൊ ഇതുപോലുള്ള അമേസിംഗ് ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വൈറ്റമിൻ ടാബ്ലറ്റ്സ്. അപ്പൊ ഇത് മാക്സിമം ആൾക്കാർ ഇത് വാങ്ങുകയോ ഉപയോഗിക്കുകയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഇതുപോലെ തന്നെ ഈ കഴിഞ്ഞ അതായത് പിന്നെ ലോകസഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ഇലക്ഷന് പോയി ഇങ്ങനെ പിന്നെ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ലേഡി ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു 10-40 വയസ്സ് താഴെയുള്ളൂ. അവരിങ്ങനെ നടന്നു പോകും, പയ്യെ ഇടയ്ക്ക് ഭിത്തിയിലൊക്കെ പിടിക്കുന്നുണ്ട്, ചെറുപ്പക്കാരിയാണ്. അപ്പൊ ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് ഇയർ ബാലൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വൈഫാ പോയി ചോദിച്ചാൽ വൈഫ് വന്ന് എന്നോട് പറഞ്ഞു ദേ ആ കൊച്ചിന് ഇയർ ബാലൻസ് ആവട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിക്കാരിനെ അറിയുന്നതായിരുന്നു. ഞാൻ ചോദിച്ചു ഹസ്ബൻഡിന് ജോലിയുള്ള എപ്പോഴാണ് ഹസ്ബൻഡ് വീട്ടിൽ വരുന്നത്? 7 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വൈകിട്ട് 7 മണിയാകുമ്പോൾ വീട്ടിൽ ചെന്നു, ഹസ്ബൻഡിനെ കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു നമുക്ക് 2 ഉൽപ്പന്നങ്ങളുണ്ട്, ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു. ഒന്ന് 95 എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ട്, ഇത് കുടിക്കുക. 2 ചാമ്പി തൈലം എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്, ചാമ്പി എന്ന് പറയാം, അതൊന്ന് പെരട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസ് ചെയ്യേണ്ട രീതി പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഇപ്പൊ പൈസക്ക് ഇച്ചിരി ടൈറ്റ് ആണ്, അതുകൊണ്ട് പെരട്ടാനുള്ളത് തരാൻ പറഞ്ഞു. അങ്ങനെ പെരട്ടാനുള്ള നമ്മുടെ ചാമ്പി തൈലം കൊടുത്തു. അത് കൊടുത്ത് 15 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, ചെറിയൊരു മാറ്റം ഉണ്ട് ചേട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 10-30 ദിവസം കഴിഞ്ഞപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോ ഈ ലേഡി വന്ന് എന്റെ അടുത്ത് പല പ്രാവശ്യമായിട്ട് 5 ബോട്ടിൽ ചാമ്പിത്തൈലം കൊണ്ടുപോയി. ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചത് എന്തിനാ കൊണ്ടുപോകണേ, നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, കൊണ്ടുപോയതുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ പറഞ്ഞു ഇത് വേറൊരാൾ കൊടുക്കാനായിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും പേരുടെ കയ്യിൽ നിന്ന് അതുപോലെ 2 പേർക്ക് ഇതുപോലെ ഈ പിന്നെ നമ്മുടെ മൈഗ്രെയിൻ, ഒരാളിന് മൈഗ്രെയിൻ അവിടുത്തെ മൈഗ്രെയിൻ വന്ന ഉടനെ പുള്ളിക്ക് ഭയങ്കരമായ തലവേദന വരിക, എന്നിട്ട് ഛർദ്ദിക്കുക, കിടക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരൊറ്റ ചാമ്പിത്തൈലം എന്ന് പറയുന്ന തൈലം കൊണ്ട് മാത്രം അത് പൂർണ്ണമായിട്ട് മാറി. ഇതുപോലെ തന്നെ പല ആവർത്തി പലർക്ക് കൊടുക്കാൻ വേണ്ടി അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഉൽപ്പന്നം വാങ്ങിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ മനുഷ്യർക്ക് കൊടുക്കാൻ പറയുന്ന റിസൾട്ടുകളുണ്ട്. ഞങ്ങളൊരു ഹോം മീറ്റിംഗ് വെക്കുന്ന സമയത്ത്, ഹോം മീറ്റിംഗിൽ എന്റെ ഒരു ഫ്രണ്ടാണ്, എന്റെ ഡൗൺലൈൻ ആണ്. അപ്പൊ ആ ഹോം മീറ്റിംഗിന്റെ സമയത്ത് അവിടെ വന്നിരുന്ന ഒരു വ്യക്തി, പുള്ളിക്ക് മൃഗങ്ങളൊക്കെ വളർത്തുന്ന ഇതുള്ളതാണ്, മൃഗങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ വന്നിരുന്ന ചുമ്മാ സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇങ്ങനെ മൃഗങ്ങൾക്ക് നമുക്ക് കൊള്ളാം, ഇത് വളരെ നല്ല സാധനമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ എന്റെ കൂട്ടത്തിലുള്ള വ്യക്തി പറഞ്ഞു പുള്ളിക്കാരൻ ആടൊക്കെ ഉള്ളതാണ്. അപ്പൊ പുള്ളിക്കാരനോട് പറഞ്ഞു നമുക്ക് ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു തൈലമുണ്ട്, ഈ സാധനം കൊണ്ടുപോകാൻ നമുക്ക് അകിടുവീക്കൊക്കെ വന്നാൽ പെരുട്ടാൻ കൊള്ളാം, ഇത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആ ഒരു പുള്ളി എടുത്തു ചോദിച്ചു ഇതിന് എന്നാ വിലയെന്ന് ചോദിച്ചു. ഇതിന് ഇത്ര രൂപയാണ്. ഓ ഇതിന് എന്നാ വിലയാ, ഇത് വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് പോയി. എന്നാലും പുള്ളി പരിചയമുള്ള ആളായിട്ട് നിർബന്ധിച്ച് പുള്ളി വാങ്ങിയില്ല, അവിടെ പോയി. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മാസത്തോളം കഴിഞ്ഞു. പുള്ളിക്ക് ഒരു ആട് പ്രസവിച്ചു. ആട് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആടിന് നീരുവീക്കം, അകിടുവീക്കം വന്നു. അകിടുവീക്കം വന്നിട്ട് ഡോക്ടറെ കാണാൻ പോയി മരുന്ന് വാങ്ങിച്ചു. അപ്പൊ ഈ അയലക്കാരനാണ് ഈ പുള്ളി അറിഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞു ചേട്ടാ അത് ഇന്നോലെ ഒരു സാധനം ഉണ്ട്, ഇത് മേടിച്ച് പെരട്ട്. കാരണം ഞാൻ ഡോക്ടറെ കണ്ടു മരുന്ന് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മരുന്നൊക്കെ മേടിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഈ അയലക്കാരനാ വീട്ടിൽ ചെന്നപ്പോ മുറ്റത്ത് പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്നാന്ന് ചോദിച്ചപ്പോ ആടാന്ന് പറഞ്ഞു. ആടി അത്തുപോയി. ഇതുപോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോ അവരുടെ ഒരു 2-3 വീടിന്റെ അപ്പുറത്തുള്ള ഒരു വീട്ടിലെ ചേട്ടൻ ഇതുപോലെ ഒരു ഞായറാഴ്ച അന്ന് ആ ഹോസ്പിറ്റലിൽ പോകാൻ ഹോസ്പിറ്റലിലില്ല. അപ്പൊ ഡോക്ടറെ കാണാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് വെച്ചു എന്റെ ആടിന് അകിടുവീക്കാണല്ലോ, എന്നെ ചെയ്യേണ്ട വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഇതുപോലെ ഒരു സാധനം ഉണ്ട്, ഒരു ചാമ്പി എന്ന് പറഞ്ഞ തൈലം ഉണ്ട്, ഒരു ഓയിൽമെന്റ് ഉണ്ട്, 2 കൂടെ യൂസ് ചെയ്യണേ ഏറ്റവും നല്ലതാണ്, കൊണ്ട് യൂസ് ചെയ്തോ. പിന്നെ ഒരു 3 മണിക്കൂർ ഇടയിട്ട് അങ്ങ് പെരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നു വെച്ചാൽ ആടൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അകിടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, അവിടെ എവിടെയൊക്കെ പറ്റിപ്പോകും. അതുകൊണ്ട് ഒരു 3 മണിക്കൂർ ഇടയിട്ട് പെരട്ടാൻ പറഞ്ഞു. അങ്ങനെ ഈ സംഭവം കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ചോദിച്ചു കഴിഞ്ഞപ്പോ കുറവുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസം ചോദിച്ചു. അപ്പൊ പറഞ്ഞു ചേട്ടാ ഒരു ദിവസം നല്ലപോലെ ആയിരുന്നു. 3-ാം ദിവസം പൂർണ്ണമായിട്ടും ഈ നീരും മാറി, അകിടുവീക്കം മാറി, അതിനെ കറന്നു നോക്കി, ഒരു കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. അപ്പൊ ഈ ആട് ചത്തുപോയി എന്ന് പറഞ്ഞ ആള് ആടിനെ കുഴിച്ചിടിയിലൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നേച്ച് ഇവരുടെ വീട്ടിൽ നിന്ന് ഈ സാധനം ചോദിച്ചപ്പോ ഈ പുള്ളിക്കാരൻ ചോദിച്ചു ചേട്ടനോട് ഞാൻ ഇത് അന്ന് പറഞ്ഞല്ലായിരുന്നോ, തലേ ദിവസം ഇത് പറഞ്ഞല്ലേ ഈ സാധനം കൊണ്ടോ കൊടുക്കാൻ, ഇപ്പോഴാണോ ചേട്ടന് തോന്നിയെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടിയില്ല, പുള്ളി ആ ചാമ്പ്യത്തേലോ നോവേദന ജെല്ലും മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്തായാലും. അപ്പൊ അതുപോലെ തന്നെ ആടിന് തന്നെ നമ്മുടെ വേറൊരു പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇതുപോലെ ആട് പ്രസവിച്ച് ഉടനെ തളർന്നു പോയി കഴിഞ്ഞ ഉടനെ അവര് വേഗം കൊടുക്കരുത് ചേട്ടാ ആട് തളർന്നു പോലെ എന്നാ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നാറ്റ്സും കയ്യിലിരിപ്പുണ്ടായിരുന്നു. ഇത് 5 എടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു ഇത് 2 നേരമായിട്ടും കൊടുക്കാൻ പറഞ്ഞു. ഈ കക്ഷി കൊണ്ട് ഈ കൊടുത്ത ആളിനെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് പുതിയതായിട്ട് വന്ന ഡിസ്ട്രിബ്യൂട്ടറാണ്, അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഒരു ധൈര്യത്തിൽ അങ്ങ് കൊടുത്തു. എന്തായാലും പിറ്റേ ദിവസം സംഗതി ആട് എഴുന്നേറ്റു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതുപോലെ നമുക്ക് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മണ്ണിനും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന
വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കും ചില രോഗങ്ങളൊക്കെ ഭേദമാകുന്നു അല്ലെ ഭേദമായി എന്ന് കാണുന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ മോർണിംഗ് മീറ്റിൽ കേൾക്കാറുണ്ട് ഓരോരുത്തരൊക്കെ പറയുന്നത്. അപ്പൊ ഡോക്ടർമാര് വിധി എഴുതി മരിച്ചു എന്ന് വിധി എഴുതി വീട്ടിലേക്ക് വിടുന്ന, അതായത് ഇനി മരിക്കുള്ളൂ എന്ന് വിധി എഴുതി വീട്ടിലേക്ക് വിടുന്ന അസുഖങ്ങൾ പോലും മാറിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അത് സുഖപ്പെടുത്തി എടുക്കാനും ആരോഗ്യത്തോടെ നടക്കുന്ന കേസുകൾ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൃദയമെടുപ്പ് കുറഞ്ഞു പോകുക, അതിന് പൾസ് മേക്കർ വെക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവത്തിന് നമ്മൾ ഇതുപോലെ തന്നെ കൊടുത്തു. നമ്മള് വെൽഹാർട്ട് ലിവാഗൻ ലിക്വിഡ് ക്യാപ്സൂൾ കൊടുത്തു, അതുപോലെ തന്നെ സ്പൈറലിന കൊടുത്തു, ഇമ്മ്യൂണോത്രി പ്ലസ് കൊടുത്തു. ഇത്രയും സാധനങ്ങളാണ് കൊടുത്തത്. പൾസ് മേക്കർ വെക്കേണ്ട ആള് ഡോക്ടർ വെക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ, 3 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അത് സമ്മതിച്ചു. എന്തായാലും 3 മാസം ഈ സംഭവം കഴിച്ചിട്ട് ഇന്ന് വരെ 2-3 വർഷമായി ഇന്ന് വരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സർജറിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ അനേകം ആൾക്കാരെ നമുക്ക് രോഗാവസ്ഥയിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അമേസിംഗ് റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരങ്ങളായ നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്. അതായത് നമ്മൾ എന്തിനു സജസ്റ്റ് ചെയ്യുന്നു അതിനല്ല, അല്ലാതെ തന്നെ പലരും ഇപ്പൊ നമ്മുടെ റോളാൻ ഇൻഹേലർ ചെറിയൊരു പ്രൊഡക്റ്റാ. പല്ലുവേദന വന്നാല് സാധാരണഗതിയിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടാൻ എന്റെ വൈഫ് ഇപ്പോഴും അതാ എടുത്ത് തയ്ക്കുന്നത്. ആ പല്ലുവേദന ഒരു വേദന പെട്ടി കഴിഞ്ഞാൽ അതിന്റെ ആശ്വാസം കിട്ടും, റെഡ് പേഷ്യന്റേക്കും. അപ്പൊ ഈ റോളാൻ ഇൻഹേലർ അതുപോലെ തലവേദന വന്നാൽ പെട്ടെന്ന് പെരട്ടി കൊടുത്താൽ പെട്ടെന്ന് അതിന് ആശ്വാസം കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ നിസാര കുഞ്ഞൻ പ്രൊഡക്റ്റാണ് വൂണ്ട് ഹീലിംഗ്. ഇതുപോലെ തന്നെ റിസൾട്ടുകൾ ഇഷ്ടം പോലെ നല്ല റിസൾട്ടുകൾ കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ വൂണ്ട് ഹീലിംഗ്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടുള്ളവരുടെ എല്ലാം ലിസ്റ്റ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറയാൻ സമയം കിട്ടില്ല. അപ്പൊ ഇതുപോലെ പല പല അനുഭവങ്ങൾ, മൈഗ്രെയിൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് നമുക്കൊരു 15 അല്ലെ 20 ദിവസം മതി മൈഗ്രെയിൻ മാറ്റാനായിട്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാള് കണ്ട് സംസാരിച്ചിട്ട് ചോദിച്ചു, എന്റെ മോന് 23 വയസ്സുണ്ട്, അവന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഗ്യാസ് കയറി വരുമ്പോൾ വയറിനകത്ത് വലിയ പ്രശ്നങ്ങളാണ്, ശകലം ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു പോവാണ്, എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഞാൻ പറഞ്ഞു അതിന് മാർഗം ഉണ്ടല്ലോ, നമുക്ക് അത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട നമ്മുടെ ഐറ്റംസ് ഇമ്മ്യൂണോത്രി പ്ലസ്, പ്രോബയോട്ടിക്, ലിവാഗൻ ലിക്വിഡ്, ഇത്രയും സാധനങ്ങള് നിലവില്, പിന്നെ കവചപ്രാശങ്ങൾ കൊടുത്തു. ഇത്രയും സാധനങ്ങൾ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞു. അവരോട് ചോദിച്ചു കഴിഞ്ഞു, ചേട്ടാ നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു 2 അല്ലെ 3, ഞാൻ ഒരു മിനിമം 3 മാസമെങ്കിലും കഴിക്കണം. നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം 3 to 6 മാസമാണ്. മാക്സിമം 3 മാസമെങ്കിലും അല്ല മിനിമം 3 മാസമെങ്കിലും കഴിച്ചിരിക്കണം. ഒരു 6 മാസം എന്നുള്ളത് ഇനി ബൈ ചാൻസ് ആർക്കെങ്കിലും കുറയാതെ വന്നാൽ അത് ഒരു 6 മാസം 7-8 മാസം കഴിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറിക്കോളും. അപ്പൊ ടൈം നോക്കിയിരിക്കരുത്. നമ്മുടെ അസുഖം മാറുന്ന സമയം വരെ നമ്മൾ കഴിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ ഇത് ക്യാൻസർ രോഗികൾക്ക്, അനേക രോഗികൾക്ക് ഇതുപോലെ ക്യാൻസർ രോഗികൾക്ക് അതിന്റെ കീമോ കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ നമ്മുടെ 95 നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, 95 മാത്രം കൊടുത്തിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള അനേക റിസൾട്ടുകൾ കിട്ടുകയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുകയും വീടുകളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ പറ്റുകയും ഇതെല്ലാം ചെയ്യുന്ന ഒരു മഹനീയമായ അവസരത്തിലാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. നമ്മുടെ അപ്ലയൻസ് ഒക്കെ നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നവർ ആദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും, ഇതിനകത്ത് വരാനും ബുദ്ധിമുട്ട് തോന്നും, പ്രവർത്തിക്കാനും ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ സ്വന്തം കുടുംബത്തിൽ കുറെ അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാകും ഇത് ദൈവികമായ ഉൽപ്പന്നങ്ങളാണ്. ഇത് കഴിച്ചില്ലെങ്കിലാണ് കുഴപ്പം. കാരണം എന്നാ വെച്ചാൽ ഇത് മനസ്സിലാക്കി ഇതിലേക്ക് വന്നില്ലെങ്കിൽ ഭാഗ്യദോഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ദൈവം ചിലർക്ക് ചില വരങ്ങൾ കൊടുക്കുക, വരങ്ങൾ എല്ലാവർക്കും മേടിച്ച് അനുഭവിക്കാൻ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് അതിന് യോഗമുള്ളവരെയും തെരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും ശ്രദ്ധിക്കുക. നമ്മുടെ ഈ മഹത്തരമായ അവസരം നമ്മുടെ ഫുൾ സപ്ലിമെന്റ് ഉള്ളി ഭക്ഷണ വസ്തു മാത്രമാണിത്. അതിന്റെ എക്സ്ട്രാക്ട് എടുത്ത് തരുന്നതാണ്. അത് കഴിച്ച് നമുക്ക് ഒത്തിരി രോഗങ്ങളെ നിയന്ത്രിക്കാനും മാറ്റാനും പറ്റും. ഇന്ന് നമ്മള് ഡോക്ടറെ മൈൻഡ് എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് എങ്ങനെ മരുന്ന് കഴിക്കാതിരിക്കാം എന്നുള്ള ഒരു ഗവേഷണത്തിലേക്ക് പോകേണ്ട കാലഘട്ടമാണിത്. കാരണം മരുന്നുകൾ കൊണ്ടാണ് അധികം മനുഷ്യർ മരിക്കുന്നത്. മരുന്നുകൾ കഴിച്ചിട്ടുള്ള പാർശ്വഫലങ്ങൾ കൊണ്ടല്ല, രോഗങ്ങൾ കൊണ്ടല്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക എല്ലാവരും. ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ ആരോഗ്യത്തിലേക്ക് വരുവാനായിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് കേൾക്കുവാനും ഒന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഉപയോഗിക്കാനും എല്ലാവർക്കും മനസ്സിൽ തോന്നട്ടെ. അതിനൊരു ഈശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്റെ ഗ്രേറ്റ് ലീഡർ ITC ലീഡർ ജെനീഷ് സാറ്, അതുപോലെ തന്നെ NTC ലീഡർ സജിനി മാഡം, ഉമാ മാഡം, ഓൾ ലൈഫ് ലൈറ്റ്സ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു. മാഡം സൗണ്ട്